Hi dear students, I am Dr. Mashur. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അലീലിക് വേരിയേഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, അലീലിക് വേരിയേഷൻസിനെ കുറിച്ചാണ്. നമ്മൾ മുമ്പത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് എന്താണ് അലീൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീനിന്റെ ആൾട്ടർനേറ്റീവ് ഫോംസിനെ എന്ത് വിളിക്കുക? അലീൽ എന്ന് വിളിക്കുക. ഓക്കെ, ഒരു ജീനിന്റെ ആൾട്ടർനേറ്റീവ് ഫോംസിനെ നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ അലീൽ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അലീലിക് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അലീലിക് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻസ് ഓഫ് 2 or more alternative form of a gene. അതായത് ഒരു ജീനിന്റെ രണ്ടോ അതിലധികമോ ആൾട്ടർനേറ്റീവ് ഫോംസ് ഒരു ഹോമോലോഗസ് ക്രോമസോംസിന്റെ സെയിം ലോക്കസിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അലീലിക് വേരിയേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അത് ഒരു ഹോമോലോഗസ് ക്രോമസോമിന്റെ സെയിം ലോക്കസിൽ ഒരു ജീനിന്റെ രണ്ടോ അതിലധികമോ ആൾട്ടർനേറ്റീവ് ഫോംസ് വരികയാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? അലീലിക് വേരിയേഷൻ എന്ന് വിളിക്കും. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ഉണ്ടാവും ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഹോമോലോഗസ് ക്രോമസോംസ്? അതായത് ഒരേപോലെയുള്ള ക്രോമസോം എന്ത് വിളിക്കുക? ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ മനസ്സിലാവും ഒരു ജീനിന്റെ എന്തുണ്ട് 3 ആൾട്ടർനേറ്റീവ് ഫോംസ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതെന്താണ്? അലീലിക് വേരിയൻസിന് എക്സാമ്പിൾ ആണ്. ഇനി ഈ അലീലിക് വേരിയേഷൻസ് എങ്ങനെ നാച്ചുറൽ വരിക, ഒരു ഓർഗാൻസിൽ വരുന്നത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അത് മ്യൂട്ടേഷൻ വഴിയായിരിക്കും ഉണ്ടാവുക. ഈ അലീലിക് വേരിയേഷൻ വരുന്നുണ്ടായിരിക്കുക. ഇങ്ങനെ അലീലിക് വേരിയേഷൻ വരുന്നതോട് കൂടി എന്ത് ചെയ്യും? അത് ജനറ്റിക് ഡൈവേഴ്സിറ്റിയിലേക്ക് എന്ത് ചെയ്യും? അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജനറ്റിക് ഡൈവേഴ്സിറ്റിക്ക് ഒരു കാരണമായി മാറുന്നുണ്ട് ഇത്തരം മ്യൂട്ടേഷനും അലീലിക് വേരിയേഷനും സ്വന്തം. ഇനി നമുക്കറിയാം ഒരു ജീനിന്റെ ഫംഗ്ഷൻ എന്താണ്? ജീൻ എന്ത് ചെയ്യും? അത് എക്സ്പ്രസ് ചെയ്ത് എന്ത് ചെയ്യും? ഒരു പ്രോട്ടീൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഫങ്ഷണൽ RNA ഉണ്ടാക്കും. ഓക്കെ, ഈ ജീൻ എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഫങ്ഷണൽ RNA ഉണ്ടാക്കാം. ഇനി ഈ ഡിഫറെന്റ് അലീൽ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ആൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് അലീൽസ് ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക? ചിലപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? സെയിം പ്രോട്ടീൻ തന്നെ ഉണ്ടാവും. ഓക്കെ, ഒന്ന് എന്ത് ചെയ്യാം? സെയിം പ്രോട്ടീൻ ഉണ്ടാവും. അതെന്തായിരിക്കും ഉണ്ടാവുക? അതായത് മ്യൂട്ടേഷൻ ഒന്നും ഇല്ലാത്ത ഒരു പ്രോട്ടീൻ പോലെ എന്തുണ്ടാവും? അതുണ്ടാവും. സെയിം പ്രോട്ടീൻ ആകുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? അതിന് ഫംഗ്ഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. രണ്ടാമത്തെ എന്തായിരിക്കും ചാൻസ് എന്താണ്? ആൾട്ടേർഡ് പ്രോട്ടീൻ ഉണ്ടാവും. ആൾട്ടേർഡ് പ്രോട്ടീൻ ആകുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? അത് ചിലപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? അതിന്റെ ഫംഗ്ഷൻ മാറി വരാം. വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ എന്ത് ചെയ്യാം? ആ പ്രോട്ടീന് കിട്ടാം. മൂന്നാമത്തെ ചാൻസ് എന്താണ്? അവിടെ നോൺ ഫങ്ഷണൽ പ്രോട്ടീൻ ആയിരിക്കും. എന്തായിരിക്കും? നോൺ ഫങ്ഷണൽ പ്രോട്ടീൻ ആയിരിക്കും. അതായത് ആ പ്രോട്ടീൻ എന്തായിരിക്കും ഉണ്ടാവുക? മാറ്റങ്ങൾ വരുന്നത് എന്ത് ചെയ്യും? അതിന്റെ ഫംഗ്ഷൻ തന്നെ നശിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ചെയ്യാം? അലീലിക് വേരിയേഷൻ ഉണ്ടാകാനുള്ള കാരണം, അതുപോലെ ഉണ്ടാവുന്നതുകൊണ്ട് ഉണ്ടാവുന്ന എഫക്റ്റും ഇതാണ് പറയുന്നത്. ഇനി നമുക്കറിയാം ഈ അലീൽസ് ഒക്കെ ഉണ്ട്. ഈ രണ്ടോ അതിലധികമോ കൂടുതൽ അലീൽസ് ഒക്കെ വരുമ്പോഴേ, അല്ലെങ്കിൽ ഫോംസ് ഒക്കെ ജീൻസിന്റെ ഫോംസ് ഒക്കെ വരുമ്പോൾ അവർ എന്ത് ചെയ്യണം? ഓരോ ജീനും എന്ത് ചെയ്യണം? ഒരു ഫീനോടൈപ്പിനെ കോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു ഫീനോടൈപ്പിന് കാരണമായി ഉണ്ടായിരിക്കും. അപ്പം ഓരോ ഓർഗാൻസിൽ രണ്ടോ അതിലധികമോ കോപ്പിയൊക്കെ അലീൽസ് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കുക? അതൊരു ഫീനോടൈപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും, അല്ലെ? അതിനെന്ത് ചെയ്യും? ഈ അലീലിക്സ് എന്ത് ചെയ്യും? ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. ഈ ഇന്ററാക്ഷൻ എന്ത് വിളിക്കുക? അലീലിക് ഇന്ററാക്ഷൻ വിളിക്കുക. അതായത് സെയിം ലോക്കസിലുള്ള അലീൽസ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫീനോടൈപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നേ അതിനെന്ത് ചെയ്യും? നമ്മള് ഇന്ററാക്ഷൻ എന്ത് വിളിക്കുക? അലീലിക് ഇന്ററാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഈ അലീലിക് ഡിഫറെന്റ് അലീൽസ് ഉണ്ടാവും, അലീലിക് വേരിയേഷൻ ഉണ്ടാവും. ഇങ്ങനെ ഈ വേരിയേഷൻ വഴി ഈ അലീൽസ് എന്ത് ചെയ്യും? ഇന്ററാക്ഷൻ നടത്തുമ്പോൾ അതിലെന്ത് ചെയ്യാം? ചില ഇൻഹെറിറ്റൻസ് എന്ത് ചെയ്യാം? നമുക്ക് പാറ്റേൺസ്, ഇൻഹെറിറ്റൻസിന്റെ രൂപങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് നാച്ചുറലി കാണാൻ പറ്റും. അങ്ങനെ കാണപ്പെടുന്ന പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ബേസ്ഡ് ഓൺ അലീലിക് ഇന്ററാക്ഷൻസ് ആണെന്ത്? ഒന്ന് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, 2 കോ ഡോമിനൻസ്, 3 മൾട്ടിപ്പിൾ അലീൽസ്. ഓക്കെ, ഒന്ന് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, 2 കോ ഡോമിനൻസ്, 3 മൾട്ടിപ്പിൾ അലീൽസ്. അപ്പൊ നിങ്ങൾക്ക് ഈ അലീലിക് വേരിയേഷൻസ് എന്താന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? ഈ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ബേസ്ഡ് ഓൺ ദ അലീലിക് ഇന്ററാക്ഷൻ എന്ത് ചെയ്യും? അതായത് പറഞ്ഞ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോ ഡോമിനൻസും മൾട്ടിപ്പിൾ അലീൽസ് ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ വേറെ സെപ്പറേറ്റ് ഓരോ ക്ലാസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്.